ഞാൻ ആകെ തകർന്നു പോയി. അപ്പം ഞാൻ ഇവരെയൊക്കെ ഡെസ്പറേറ്റായിട്ട് കിടന്ന് വിളിച്ചു. ലിറ്ററലി കരഞ്ഞുകൊണ്ടാണ് ഞാൻ എല്ലാവരും വിളിക്കുന്നത്. ഞാൻ എല്ലാവരോടും പറഞ്ഞു, എന്നെ സഹായിക്കണം, നിങ്ങൾ എന്നെ സഹായിക്കണം പ്ലീസ്, ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നൊരു സിനിമയാണ്, നിങ്ങൾ എന്നെ ദ്രോഹിക്കരുത് ഇങ്ങനെ. അപ്പം ആകെപ്പാടെ ആ സമയത്ത് എൻ്റെ കൂടെ നിന്നത് സുരേഷ് ഗോപി മാത്രമാണ്. അപ്പോൾ സുരേഷ് ചേട്ടനെ വിളിച്ച് ഞാൻ ലിറ്ററലി കരയായിരുന്നു. ഞാൻ കരഞ്ഞുകൊണ്ടാണ് വിളിച്ചത്, സുരേഷ് ചേട്ടൻ എന്നെ സഹായിക്കണം, എനിക്ക് നിങ്ങളെ ഉള്ളൂ, നിങ്ങളൊന്ന് സഹായിക്കണം, എനിക്ക് ഇങ്ങനൊരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പുള്ളി വേഗം ഒരു സ്ഥലത്ത് വിളിച്ചിട്ട് PVR ഒക്കെ വിളിച്ച് 1-2 സ്ഥലത്ത് വിളിച്ച് പറയുകയൊക്കെ ഉണ്ടായി. പക്ഷേ പടം വേണ്ട രീതിയിൽ എത്തിയില്ല. അതിന് ഒരുപാട് പ്രശ്നങ്ങൾ വന്നപ്പോൾ ഞാൻ ഈ വിഷമത്തിൽ ഞാൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ ഞാൻ ഇവരെ എല്ലാവരെയും വിളിച്ചു പറഞ്ഞു. അപ്പോൾ എന്നോട് രാകേഷേട്ടൻ പറഞ്ഞു, സാൻഡ്ര ഒന്ന് രാവിലെ ഓഫീസ് വരെ വാ, നമുക്ക് എന്താണെന്നുള്ളത് നമുക്ക് സമാധാനമായിട്ടിരുന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഓഫീസിലേക്ക് ചെന്നു. ഞാൻ ചെന്നപ്പോൾ തന്നെ രാജേഷേട്ടൻ്റെ റൂമിലാണ്. അപ്പോൾ രാജേട്ടൻ എന്നെ അകത്തേക്ക് വിളിക്കുന്നത് തന്നെ, പടം വലിയ ഇതായില്ലെങ്കിലും സാൻഡ്ര നല്ല ഭംഗിയായിട്ടാണല്ലോ ഇരിക്കുന്നത്, ഇങ്ങനെ ഒരു അടിമുടി എന്നെ ഇങ്ങനെ നോക്കിയിട്ട് സാൻഡ്ര നല്ല സുന്ദരിയായിട്ടാണല്ലോ ഇരിക്കുന്നത് എന്നുള്ളൊരു കമൻ്റ് അടിച്ചു. അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര അൺകംഫർട്ടബിളായി. എന്നിട്ടും എനിക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രയോറിറ്റി സിനിമയായതുകൊണ്ട് ഒരു നിർമ്മാതാവിൻ്റെ ഒരു വിഷമം നിർമ്മാതാക്കൾക്കേ മനസ്സിലാവുള്ളൂ. നമ്മൾ അത്രയും നമ്മുടെ പൈസയും എനർജിയും എല്ലാ കാര്യങ്ങളും വിട്ടാണ് ഒരു സിനിമ ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞു, രാകേഷേട്ടാ എനിക്ക് പടം എങ്ങനെയെങ്കിലും ആളുകളിലേക്ക് എത്തിച്ചേ മതിയാവുള്ളൂ, അപ്പം ഇതിനെന്നെ സഹായിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പം പുള്ളി പറഞ്ഞു, ഒരു കംപ്ലയിൻറ്റ് എഴുതിത്താ, നമ്മൾ കംപ്ലയിൻ്റ് ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം ഈ ബുക്ക് മൈ ഷോയുടെ പേരിലും IMDbയുടെ പേരിലും ഒക്കെ വൻ തട്ടിപ്പുകൾ നടക്കുകയാണ്. ഇതൊക്കെ എല്ലാവരും അറിയുകയും ചെയ്യാം. അപ്പം ഇങ്ങനെയൊക്കെ നടക്കുന്നു, ആളുകളെ കുത്തുകയറ്റുന്നു, തിയേറ്ററിൽ ഇതെല്ലാം നടക്കുന്നു. അപ്പം ഞാൻ അപ്പോൾ കംപ്ലയിൻറ്റ് തരാൻ പറഞ്ഞു. അങ്ങനെയാണ് കംപ്ലയിൻറ്റ് കൊടുക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഇനിയിപ്പോൾ എൻ്റെ കംപ്ലയിൻ്റ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാതിരിക്കണ്ട, ഞാൻ കംപ്ലയിൻറ്റ് തരാം എന്ന് പറഞ്ഞാണ് കംപ്ലയിൻറ്റ് കൊടുക്കുന്നത്. പക്ഷെ കംപ്ലയിൻറ്റ് ഞാൻ കൊടുത്തതിന് ശേഷം ഒരു അനക്കവും ഇല്ല. അത് 13-ാം തീയതി 14-ാം തീയതി കൊണ്ടാണ് ഞാൻ കംപ്ലയിൻറ്റ് കൊടുക്കുന്നത്. ഇമ്മീഡിയറ്റ് ആക്ഷനില്ല, സിനിമ ഓടുന്ന സമയത്തല്ല ആക്ഷൻ വേണ്ടത്. ഒരു അനക്കവും ഇല്ല എന്ന് മാത്രമല്ല, ഒരു 23-ാം തീയതി ആയപ്പോൾ ഞാനൊരു റിമൈൻഡർ മെയിലും കൂടെ അയച്ചു. അപ്പം റിമൈൻഡർ മെയിലും കൂടെ അയച്ച കാര്യം, നിങ്ങളിത് ശ്രദ്ധിക്കാതെ പോകരുത്, എൻ്റെ ഒരു സീരിയസ് മാറ്ററാണ്. അപ്പോഴേക്കും ഓൾമോസ്റ്റ് പടം എല്ലായിടത്തുനിന്നും പോയി കഴിഞ്ഞു. അപ്പം ഞാൻ ഉടനെ ഈ റിമൈൻഡർ മെയിൽ അയച്ചു കഴിഞ്ഞപ്പം പിറ്റേ ദിവസം എന്നെ ആൻഡോ ജോസഫ് വിളിക്കുകയാണ്. ആൻഡോ ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാൻഡ്ര നാളെ ഇവിടെ ഉണ്ടോ, കൊച്ചിയിലുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞുണ്ട്, നാളെ നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ്, സാൻഡ്ര ഒന്ന് അവിടം വരെ വാ, നമുക്കിതിനെല്ലാം ഒരു പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ ചേട്ടാ ഞാനില്ല, നമ്മളങ്ങനെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലല്ലല്ലോ പരിഹാരം ഉണ്ടാക്കുന്ന സാധാരണ, നമ്മൾ അല്ലാതെ വിളിച്ചൊരു മീറ്റിംഗ് മതി. കാര്യം എനിക്ക് പല ദുരനുഭവങ്ങളും ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു, എനിക്ക് പേടിയാണ്, എനിക്ക് ഇങ്ങനത്തെ ആണുങ്ങളെല്ലാം കൂടെ വട്ടം കൂടിയിരുന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യുന്നൊരു സിറ്റുവേഷനിലേക്ക് പോകുന്നിടത്തേക്ക് എനിക്ക് പേടിയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ചേട്ടൻ പറഞ്ഞു, നമ്മളല്ലേ ഉള്ള സാൻഡ്ര, എന്തിനാ പേടിക്കണേ, നമ്മുടെ എല്ലാവരുടെയും പ്രശ്നമാണല്ലോ, സാൻഡ്രയുടെ മാത്രമല്ലല്ലോ, ഇതെല്ലാം പൊതുവെ എല്ലാ സിനിമയ്ക്കും ഉള്ള പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്. അപ്പം ഞങ്ങളില്ലേ വാ, നമുക്ക് ഇതിനൊരു പരിഹാരം കാണണമെങ്കിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തന്നെ വരണം എന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ പറഞ്ഞു, എന്നാൽ ശരി, ഓക്കെ വരാം എന്ന് പറഞ്ഞു. അപ്പം പുള്ളി ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ അനിൽ തോമസിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ആൻഡോ ചേട്ടൻ ഇങ്ങനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് നാളെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ വരാനായിട്ട്. അപ്പോൾ ഉടനെ അനിലേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ആൻഡോ അങ്ങനെ പറഞ്ഞു, അങ്ങനെ പറയേണ്ട കാര്യം എന്താ, ഞങ്ങളോട് ആരോടും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എന്നെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു, അതിലെന്തോ ഒരു അജണ്ട ഉണ്ട്, എന്താണേലും നോക്കി എന്നാണ്. അപ്പം ഞാൻ പറഞ്ഞു, എന്താ അജണ്ട? അപ്പം ഇങ്ങനെ അതറിയില്ല, അപ്പം എന്തായാലും വിളിച്ചതല്ലേ, വിളിച്ച സ്ഥിതിക്ക് വാ, നമ്മളാരും അറിഞ്ഞിട്ടില്ല, രാകേഷ് പോലും അറിഞ്ഞിട്ടില്ല ആൻഡോ ചേട്ടൻ എന്നെ വിളിക്കുന്നത് അതിലേക്ക് വരാനായിട്ട്. അപ്പം ശരി ഞാൻ വരാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചെല്ലുന്നത്. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഞാൻ ഹസ്ബൻഡുമായിട്ടാണ് പോകുന്നത്. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഇവരുടെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക, അതുകൊണ്ട് ഒരു 12 മണി സമയത്താണ് ഞാൻ അവിടെ ചെല്ലുന്നത്. അപ്പം ഇവരുടെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു 12:30 ആയപ്പോഴേക്കും എന്നെ അകത്തേക്ക് വിളിച്ചു. അപ്പോൾ ഞാൻ അകത്ത് കയറി ചെന്നപ്പോൾ തന്നെ ആൻഡോ ചേട്ടൻ ഈ കത്ത് വായിച്ചു കഴിഞ്ഞപ്പോൾ
ഇതങ്ങോട്ട് കഴിഞ്ഞതും അതിനകത്ത് ആദ്യത്തെ കംപ്ലൈൻറ്റ് ഈ പോസ്റ്റർ ഒട്ടിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും സിയാദയ്ക്ക് അങ്ങോട്ട് ചൂടായി, ബഹളം വെച്ചിട്ട് ചൂടായി. അങ്ങനെ ഇവിടെ പോസ്റ്റർ ഒട്ടിക്കാതൊന്നും ഇരുന്നിട്ടില്ല, ഇവിടെ എല്ലാ പടത്തിനും ഒട്ടിക്കുന്നത് പോലെ തന്നെ ഇതിൻ്റെ ഒട്ടിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ സിയാദിക്ക എവിടെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ സിയാദിക്കാനെ അന്ന് വിളിച്ചതുമാണ്, അന്ന് ഉച്ചയ്ക്ക് ഞാൻ വിളിച്ചതാണ്. അപ്പം ഇറങ്ങി അന്ന്. അപ്പോൾ സിയാദിക്ക എൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെയും പടത്തിന് ഇത് തന്നെയായിരുന്നു അവസ്ഥ, അതുകൊണ്ട് എവർഷൈൻ മണീനെ വിളിക്കുന്നു പറഞ്ഞുകൊണ്ട് എന്നെ എവർഷൈൻ മണീനെ വിളിപ്പിച്ച ആളാണ് സിയാദിക്ക. എന്നിട്ട് സിയാദിക്ക എൻ്റെ അടുത്ത് പറയുകയാണ് അങ്ങനെ ഒരു സംഭവമേ ഇല്ല, മഴ കാരണം ഒട്ടിക്കാതിരുന്നാന്ന് പറഞ്ഞു അവസാനം. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ കൂടെ ഇറങ്ങിയ വേറെ 3 പടങ്ങളുടെ ഉണ്ടായിരുന്നല്ലോ, എൻ്റെ മാത്രമേ ഒട്ടിക്കാത്തുള്ളൂ. ഇങ്ങോട്ടൊന്നും പറയണ്ട, അങ്ങോട്ട് പറയുന്ന അങ്ങോട്ട് കേട്ടാൽ മതി എന്ന് പറഞ്ഞ് ചാടി എണീറ്റ് ബഹളം വെച്ച്. അത് ഞാൻ ഈ പറയുന്നതിൻ്റെ സിറ്റുവേഷൻ ആയിരുന്നേക്ക് മനസ്സിലാവുമോ എന്ന് എനിക്കറിയില്ല. ഇത് ഒരു സീനിയർ പ്രൊഡ്യൂസറാണ്, ഒരു പ്രായമുള്ള ഒരു സീനിയർ പ്രൊഡ്യൂസർ ചാടി എഴുന്നേറ്റ് ഡെസ്കിലൊക്കെ അടിച്ച് പൊങ്ങി എഴുന്നേറ്റ് വന്ന് നമ്മളെ ഭയപ്പെടുത്തുകയാണ്, മനസ്സിലായോ? ഇങ്ങോട്ടൊന്നും പറയണം, അങ്ങോട്ട് പറയുന്ന കേട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞ് ബഹളം വയ്ക്കുന്നു. അപ്പോൾ ഇവരെല്ലാം കൂടെ ചിരിക്കുന്നു, ചുറ്റും ഇരിക്കുന്നവരെല്ലാം കൂടെ ചിരിക്കുന്നു. എല്ലാവരും അത് ഓക്കെ. ഞാൻ എൻ്റെ കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞു ബഹളം വെക്കുമ്പോഴേക്കും. ഞാൻ പേടിച്ചു പോയി. അപ്പം ഇവരെല്ലാം കൂടെ ചിരിക്കുന്നു. എൻ്റെ ഓപ്പോസിറ്റ് ഒരു സ്ത്രീയാണ് ഇരിക്കുന്നത്, ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഒരു സ്ത്രീ കൂടെ ഉണ്ട്. അപ്പം ഞാൻ ഇവരെ ഡെസ്പറേറ്റ് ആയിട്ട് നോക്കുകയാണ്, എന്നെ ഒന്ന് സഹായിക്കുക, നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കുന്നുള്ള രീതിയിൽ ഞാൻ അവരെ ഡെസ്പറേറ്റ്. അവർ അനങ്ങാതെ തല കുനിച്ചിരിക്കുകയാണ് ഇങ്ങനെ, ഇതെല്ലാം കണ്ടിട്ട് അനങ്ങാതെ തല കുനിച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ ഫൈറ്റ് ബാക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്നുണ്ട് ഇതങ്ങനെയല്ല. ഞാൻ ഇതിനു മുമ്പ് എനിക്ക് ഡിസ്ട്രിബ്യൂഷനുമായിട്ട് ഞാൻ എത്ര പടങ്ങൾ ഡിസ്ട്രിബ്യൂട്ട്, ഞാൻ തെറി അടക്കം വിജയുടെ തെറി അടക്കം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ഒരാളാണ് ഞാൻ. അപ്പം ഇതിനു മുമ്പുള്ള സിനിമകളൊക്കെ മോഹൻലാലിൻ്റെ സിനിമ വരെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ മോഹൻലാലിൻ്റെയും വിജയുടെയും പടങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് ഒരാളാണ്. ഞാൻ ഇതുവരെ ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു പ്രശ്നമായിട്ട് ഇന്നേ വരെ ഇവിടെ വന്നിട്ടുണ്ടോ? ഫിയോക്കൻ എന്ന് പറയുന്ന സംഘടന ഇതിനു മുമ്പ് ചെയ്ത ഗൂ എന്ന് പറഞ്ഞൊരു പടം ഇപ്പൊ റിലീസ് ചെയ്തേക്കാണ്. അത് റിലീസ് ചെയ്തേക്കുന്നത് എന്തുകൊണ്ടാണ്? അവർ ചെയ്തത് ശരിയാവാത്തതുകൊണ്ടാണ് രണ്ടാമത് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ ഞാൻ ഇത് പറയുമ്പോഴും ഇവരെല്ലാവരും എന്നെ കളിയാക്കുന്നു, ബഹളം വെക്കുന്നു. അപ്പോൾ ഉടനെ സെഞ്ചുറി കൊച്ചുമോൻ ഇനിയിപ്പോൾ എന്നാൽ പിന്നെ ഡയറക്ടേഴ്സ് നടന്ന് പോസ്റ്റർ ഒട്ടിക്കട്ടെ, അതാണ് നല്ലത് എന്നൊക്കെ പറയുന്നു. ഇങ്ങനെ അതായത് ഞാൻ എന്തോ വേറെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് വന്ന് സംസാരിക്കുന്നത് പോലെയാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ നിർമ്മാതാക്കൾക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. ഞാൻ വേറൊരു നിർമ്മാതാവിന് എൻ്റെ ഗതികേട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് അവിടെ പോയി പറഞ്ഞത്. അപ്പം ഇത് കളിയാക്കുന്നതിനിടയിലാണ് സന്ദീപ് എനിക്കൊരു മെസ്സേജ് അയക്കുന്നത്. അപ്പം ഈ മെസ്സേജ് കണ്ടതും ഞാൻ ആകെ വല്ലാണ്ടായി. ഞാൻ പെട്ടെന്ന് എൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺ ഓപ്പൺ ആണ്, ഇവിടെ എല്ലാവരും കോമഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജാണ് എനിക്ക് അയക്കുന്നത്. അപ്പോഴേക്കും ഞാൻ പെട്ടെന്ന് ഷർട്ടിൻ്റെ ബട്ടൺ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ബട്ടൺസ് വെക്കുന്നത്. ഞാൻ ഈ ഏറ്റവും മുകളിലത്തെ ബട്ടൺസ് ഇട്ടിട്ട് ഞാൻ തല പൊക്കി നോക്കുന്ന സമയത്ത് ഞാൻ കാണുന്നത് എല്ലാവരുടെയും മുഖത്ത് കള്ളച്ചിരിയാണ്. എല്ലാവരും ഇങ്ങനെ ഒരുമാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറയുന്നു, ചിരിക്കുന്നു. എന്നിട്ട് ഇങ്ങനെ എന്നെ ഒരുമാതിരി നമുക്ക് ആ നോട്ടം മനസ്സിലാവുമല്ലോ. അത് ഞാൻ ബട്ടൺസ് ഇട്ട് ഞാൻ തലപൊക്കി നോക്കുന്നത് ആൻഡോ ജോസഫിൻ്റെ മുഖത്തേക്കാണ്. അത് വളരെ എവിഡൻ്റ് ആണ് പുള്ളിയുടെ ഫേസ് എക്സ്പ്രഷനിൽ നിന്ന് അയാൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളത്. അപ്പം എനിക്കങ്ങ് ഭയങ്കര അൺകംഫർട്ടബിൾ ഫീലിംഗ് ആയി. എനിക്ക് പിന്നെ അത് എങ്ങനെയെങ്കിലും ആ മീറ്റിംഗ് തീർന്നാൽ മതി എന്നായിരുന്നു. 2:30 ആയപ്പോഴേക്കും മീറ്റിംഗ് തീർന്നപ്പോഴേക്കും പെട്ടെന്ന് ഇവരെല്ലാവരും കൂടെ വന്നിട്ടൊരു സ്നേഹപ്രകടനവും ഭയങ്കര കഴിച്ചിട്ട് പോയാൽ മതി വന്ന് ഹസ്ബൻഡിനെ വിളിക്കുന്നു, ഭയങ്കര സ്നേഹം, എല്ലാവരും കൂടെ ഭയങ്കരമായിട്ട് ഇത് ചെയ്യുന്നു. നമ്മളങ്ങ് പെട്ടെന്നൊരു കൺഫ്യൂഷൻ വരില്ലേ നമുക്ക്, ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവന്നു. അപ്പം ഞാൻ ഓർത്തു നോക്കി എന്നാൽ കഴിച്ചിട്ട് പോകാം, കാര്യം എനിക്കപ്പോൾ സന്ദീപിനോട് ചോദിക്കാം. അപ്പോൾ അതാണ് ഞാൻ ആലോചിക്കുന്നത്. സന്ദീപിനോട് ഞാൻ ചോദിച്ചിട്ട് ഇതെന്താണെന്നുള്ളത് അറിയണം. അപ്പം ഞാൻ അവിടെ കഴിക്കാനായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവിടെ സന്ദീപില്ല. സന്ദീപിൻ്റെ ഓഫീസ് താഴെ ആയതുകൊണ്ട് താഴോട്ട് കഴിക്കാൻ പോയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ പപ്പയുടെ പഴയ പാർട്ട്ണറായിരുന്നു BBK മേനൻ അങ്കിളുമായിട്ട് ഞാൻ സംസാരിച്ചതിന് ശേഷം ഞാൻ അവിടെ ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ പുള്ളിയായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത്. നേരെ താഴെ ഇറങ്ങി വന്ന് ഞാൻ സന്ദീപിൻ്റെ ഓഫീസിലേക്ക് ചെന്നിട്ട് അപ്പോൾ സന്ദീപ് വെളിയിലേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ സന്ദീപിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, എന്താ സന്ദീപ് എനിക്ക് അങ്ങനെ ഒരു മെസ്സേജ് അയച്ചതെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇവരൊക്കെ ഇന്ന കാര്യങ്ങളായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്, ഇതൊക്കെയായിരുന്നു, ഇന്ന ആൾക്കാരാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്, അത് എനിക്കത് കണ്ടിട്ട് വിഷമമായിട്ടാണ് ഞാൻ മെസ്സേജ് അയച്ചതെന്ന് പറഞ്ഞു.
അപ്പം ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ തന്നെ ചോദിക്കും, എനിക്കിത് അത് ശരിയായ കാര്യമല്ല, ഞാനൊരു കംപ്ലൈൻറ്റുമായിട്ട് ഇവിടെ വരുമ്പോൾ എന്നെ ഇങ്ങനെയാണോ നിങ്ങൾ ട്രീറ്റ് ചെയ്യേണ്ടത്? അപ്പം സന്ധ്യ പറഞ്ഞു യോ ചോദിക്കില്ല, ഇത് എനിക്കൊരു പ്രശ്നമാക്കരുത്, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞെന്നാണ്, അതൊരു പ്രശ്നമാക്കരുതെന്ന് പറഞ്ഞു. പിന്നെ ഇത് സന്ദീപ് ഇത്രയും പറഞ്ഞപ്പോൾ എനിക്കത് വേണ്ട, നമ്മളൊരാളെ ഉപദ്രവിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേണ്ടാന്ന് വെച്ച് ഞാനത് ചോദിച്ചില്ല. ഞാൻ അവിടെ നിന്ന് പോന്നു. വീട്ടിൽ വന്നിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. കാര്യം ഞാൻ ഇനിയും ഇവരുടെ മുന്നിലേക്കല്ലേ ചെല്ലേണ്ടത്, ഞാൻ ഇനിയും ഒരു പ്രശ്നം വന്നാൽ ഇവരെ തന്നെയല്ലേ കാണേണ്ടത്, ഞാൻ എങ്ങനെ ചെല്ലും? ഞാൻ ഇനിയും എന്നെ ഇങ്ങനെ കാണുന്നവരുടെ അടുത്ത് പോയി ഇനിയും ഞാൻ എങ്ങനെ ചേട്ടാന്ന് വിളിച്ച് നിൽക്കുന്നത്? ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ.